കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്യുമ്പോൾ ഇവരൊക്കെ എനിക്ക് തോന്നില്ല ഇവരെല്ലാവരും വായിച്ചിട്ടാണ് അതെല്ലാം എഗ്രി കൊടുക്കുന്നതെന്ന്. എപ്പോഴാണ് ഇത് ഇത്രയും ആണെന്ന് മനസ്സിലായത്. അത് ഒരു പക്ഷേ ചിലപ്പോൾ പുള്ളിക്കാരി കേട്ടിട്ടുണ്ടായിരിക്കും, അത് അനുഭവിച്ചത് ഇപ്പോഴായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള റീതുവിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ഉള്ളൂ. അത് അവർക്ക് അറിയത്തില്ലായിരുന്നോ, അത് ചിലപ്പോൾ പുള്ളിക്കാരി എക്സ്പീരിയൻസ് ചെയ്തതല്ലേ എന്ന് ഞാൻ ചോദിച്ചതാണ്. കമന്റ് ഞാൻ കാണാനിടയായേ, അതിനകത്ത് ആ കമന്റ് ഇട്ട വ്യക്തി, എനിക്കറിയില്ല അവർ എന്ത് കണ്ടിട്ടാണ് ആ കമന്റ് ഇട്ട്, എന്റെ വീഡിയോയും കണ്ടിട്ടില്ല മര്യാദയ്ക്ക്. നമുക്കിപ്പോൾ എല്ലാ ഗുണങ്ങളും കൂടി ഒത്തൊരുമിച്ച് ഒരു സ്ഥാനത്ത് വരത്തില്ലല്ലോ. അപ്പം അതൊരു കാരണമാണ്. പിന്നെ അതിലുപരി എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇന്നൊരു പെണ്ണാണലുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ റിയാലിറ്റി റീൽസ് റീത്തു എന്ന് വിളിക്കപ്പെടുന്ന മീനു എന്ന് പറയുന്ന യൂട്യൂബ് ബ്ലോഗറിന്റെ സ്വഭാവ സവിശേഷതകളാണ്. പിന്നെ അതിലുപരി എനിക്ക് പറയാനുള്ളത്, തനി മലയാളിയുടെ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ, അതിനകത്തെ ഒരു കമന്റ് ഞാൻ കാണാനിടയായേ. അതിനകത്ത് ആ കമന്റ് ഇട്ട വ്യക്തി, എനിക്കറിയില്ല അവർ എന്ത് കണ്ടിട്ടാണ് ആ കമന്റ് ഇട്ട്, എന്റെ വീഡിയോയും കണ്ടിട്ടില്ല മര്യാദയ്ക്ക്, തനി മലയാളിയുടെ വീഡിയോയും കണ്ടിട്ടില്ല എന്നാണ് ആ കമന്റ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പുള്ളിക്കാരി പറയുന്നത് തനി മലയാളി പാരന്റ്സിനോട് താങ്ക്ഫുൾ ആണ്, OCD ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല, മെഡിക്കേഷൻ ഒക്കെ എന്തോ റിലാക്സേഷന് വേണ്ടി എടുക്കേണ്ടി വരും. അത് ഞാൻ പറഞ്ഞത് എന്താ, OCD ക്യൂർ ചെയ്യാൻ പറ്റില്ലെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതല്ല തനി മലയാളി എന്താ പറയുന്നത്, പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം, ബിഹേവിയർ തെറാപ്പി എടുക്കണം, അപ്പൊ അങ്ങനെ പ്രോപ്പറായിട്ട് എടുത്താലേ അതിനൊരു സൊല്യൂഷൻ ഉള്ളൂ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ ഈ രണ്ട് വീഡിയോയും കാണാതെ ഈ കമന്റ് ഇടാനൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, എനിക്ക് പറയാനുള്ള അറ്റ്ലീസ്റ്റ് എന്റേതാണെങ്കിൽ ഒരു 5 മിനിറ്റ് വീഡിയോ അല്ലേ ഉള്ളൂ, അപ്പൊ അതൊന്നും മര്യാദയ്ക്ക് ഇരുന്ന് കാണും. ഇപ്പൊ എന്റെ സ്പീഡാണ് കുഴപ്പമെങ്കിൽ ഞാൻ പതുക്കെ പറയാം, അപ്പൊ അത് കേൾക്കാൻ പറ്റുമോ? അപ്പൊ അത് കേട്ടിട്ട് ഇനി നല്ലൊരു കമന്റ് ബാക്കി ഇനി തുടർന്നും നിങ്ങൾ ഏതെങ്കിലും വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ അതിന് എന്താ പറയുന്നത്, നല്ലതായിട്ട് ഇരുന്നത് കണ്ട് അതിനകത്ത് അവരെന്താ പറയുന്നത്, ഏത് വീഡിയോയാണ് അവർ റിയാക്ട് ചെയ്യുന്നതിന് അവരെന്താ പറയുന്നതെന്ന് നല്ലതായിട്ട് കേട്ടിട്ട് വേണം കമന്റ് ചെയ്യാൻ. എന്റെ ഒരു സജഷൻ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അല്ലെ, അപ്പൊ എല്ലാവരും ഞാൻ പറയുന്നത് പോലെ നടക്കണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ചെറിയ സജഷൻ ആണ്, ആരെങ്കിലും ഇങ്ങനെ യൂട്യൂബേഴ്സ് ഒക്കെ വീഡിയോ ഇടുമ്പോൾ അത് നല്ലതായിട്ട് കണ്ടിട്ട് വേണം നമ്മൾ ഒരാളെ കമന്റ് ചെയ്യാൻ. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ റിയാലിറ്റി റീൽസ് റീത്തു എന്ന് വിളിക്കപ്പെടുന്ന മീനു എന്ന് പറയുന്ന യൂട്യൂബ് ബ്ലോഗറിന്റെ സ്വഭാവ സവിശേഷതകളാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഓർക്കും ഞാൻ എന്താ ഇപ്പൊ ഇന്ന് ഈ പുള്ളിക്കാരിനെ എടുത്തോണ്ട് വരുന്നതെന്ന്. അതിപ്പോ നിങ്ങൾ എല്ലാവരും ആ പുള്ളിക്കാരുടെ എൻഗേജ്മെന്റിന്റെ ലൈവ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതൊരു കാരണമാണ്. പിന്നെ അതിലുപരി എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇന്നൊരു പെണ്ണാണലുണ്ടായിരുന്നു. അപ്പൊ ആ ചെറുക്കന് എന്റെ ഈ മോന്ത, നിങ്ങൾ എല്ലാവരും പ്രതിപാദിക്കുന്ന ഈ വിശേഷമായ മോന്ത പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇനിയിപ്പം എന്റെ മോന്ത കാണിക്കാത്ത പെണ്ണ് കാണാൻ പറ്റുമോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് റീത്തുലേക്ക് വരാം. അപ്പോൾ റീതു ഇപ്പൊ കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യയിലാണ് നാട്ടിലോട്ട് വന്നത്. അവർ UK ലാണല്ലോ, അപ്പൊ അവിടുന്ന് നാട്ടിലോട്ട് വന്നത് എയർ ഇന്ത്യയിലാണ്. അപ്പോൾ നമ്മളിപ്പോ ഒരു വ്യക്തി, നമുക്ക് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം എയർ ഇന്ത്യനെ നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ പ്രൈസും ബാക്കിയുള്ള എയർലൈൻസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും, എല്ലാ സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് അവർ ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ അത് എടുക്കും. എന്നിട്ട് അതിനകത്ത് കയറിയിട്ട് അതിനകത്ത് വരുന്ന ബാക്കി കാര്യങ്ങൾ ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ്, നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം എഗ്രി ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ടിക്കറ്റ് എടുക്കുന്നത്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്യുമ്പോൾ ഇവരൊക്കെ എനിക്ക് തോന്നില്ല ഇവരെല്ലാവരും വായിച്ചിട്ടാണ് അതെല്ലാം എഗ്രി കൊടുക്കുന്നതെന്ന്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഇത്രയും പ്രതികരിക്കുന്നത്. അപ്പൊ ഇത്രയും ഫേമസ് ആയിട്ടുള്ള റീതു പോലും പറയുന്നത് പുള്ളിക്കാരി അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത്രയും ആണെന്ന് മനസ്സിലായത്. അത് ഒരു പക്ഷേ ചിലപ്പോൾ പുള്ളിക്കാരി കേട്ടിട്ടുണ്ടായിരിക്കും, അത് അനുഭവിച്ചത് ഇപ്പോഴായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള റീതുവിനെ കുറിച്ച് എനിക്ക് അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നല്ലൊരു എന്താ പറയുക, എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല എനർജറ്റിക് ആണ്, എല്ലാവരെയും അത് ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആണ് പുള്ളിക്കാരി. അത് അത്രയും പാഷനേറ്റ് കൂടിയാണ് പുള്ളിക്കാരിയുടെ എല്ലാ വീഡിയോസും. അതിന് എഫേർട്ട് ഉണ്ടല്ലോ, അതിന് ഹാറ്റ്സ് ഓഫ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി വീഡിയോസ് കാണുമ്പോൾ ഞാൻ പതുക്കെ പ്രതിപാദിക്കാൻ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ, ഇതുവരെയും എനിക്ക് കണ്ടതിൽ പുള്ളിക്കാരിക്ക് എല്ലാ പോസിറ്റീവ്സ് തന്നെയാണ്. ഞാനിപ്പോൾ എയർ ഇന്ത്യയെ പറ്റി കമ്പയർ ചെയ്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് അവർക്ക് അറിയത്തില്ലായിരുന്നോ, അത് ചിലപ്പോൾ പുള്ളിക്കാരി എക്സ്പീരിയൻസ് ചെയ്തതല്ലേ എന്ന് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ഇനി അടുത്തൊരു ഫേമസ് യൂട്യൂബ് ബ്ലോഗറിന്റെ സ്വഭാവ സവിശേഷതകളുമായിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം ഷംന.